ഇപ്പോ ശരിക്ക് സാറ് സിനിമകൾ അഭിനയിക്കുന്നതും കുറവാണ്. ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഇപ്പൊ എങ്ങനെയാണ്? കാരണം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സിനിമകൾ സംഭവിക്കുന്നുണ്ട്, സാറിന് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ടാവും. പക്ഷെ അതൊന്ന് വളരെ സ്ക്രീൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അതെന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരു നല്ല ഒരു ബ്രേക്കാണ് നോക്കുന്നത്. അത് നമ്മൾ കുറേ സിനിമകൾ ഇടയ്ക്കൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഒരു എന്തെങ്കിലും ചെയ്യും അത് ഡിഫറെൻ്റ് ആയിരിക്കണം. ഞാൻ ഉദ്ദേശിക്കുന്ന അത്രേ ഉള്ളൂ. പലരും പറയാറുണ്ട് ശങ്കറിനെ വെച്ചൊരു നെഗറ്റീവ് വേഷം വെച്ചൊരു സിനിമ ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ എന്തെങ്കിലും അതുപോലെ ഒരു സിനിമയാണ് ഞാൻ ചിലപ്പോൾ ചെയ്യും. ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു നെഗറ്റീവ് ക്യാരക്ടർ, അത് ഇവിടുത്തെ വലിയ ഹീറോസിൻ്റെ കൂടെ ആയിരിക്കാം, ആരുടെ കൂടെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു വേഷം വരണം എന്നാൽ മാത്രമേ നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ എന്തിലെങ്കിലൊക്കെ പോയി അഭിനയിച്ചിട്ട് അല്ലെങ്കിൽ ഹ്യൂമർ ആയിരിക്കണം. ഹ്യൂമർ അടിച്ച് ഹോട്ടൽ കാലിഫോർണിയ ചെയ്തു, നല്ല ഒരു ഇത് കിട്ടിയ ഒരു സിനിമയാണ്. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് തീർച്ചയായിട്ടും ചെയ്യും. Geetika, how was the experience as a director? Actually, you told about that as an actor, you have watched these movies. So, as a director, how do you? He was actually very, very calm and very serious, because whenever we were shooting and whenever we were shooting particular scenes and all of that, Sir was always focused. And when Sir becomes very focused, whole crew becomes silent. So my scenes were always like very serious and performance oriented, of course. So Sir and all the ADs, everybody was always with me, and we make sure that I can pull that role off properly. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അതൊരു ഗീതയോടെ ഇരിക്കുന്നതുകൊണ്ട് പറയുന്നതൊന്നല്ല. ഈ സിനിമയിൽ ഒരു വളരെ ടഫ് റോളാണ് ഗീതയുടെ. അത്ര ഈസി ആയിട്ടുള്ള ഒരു വേഷമല്ല. പക്ഷെ അത് വളരെ ഭംഗിയായിട്ട് ഭാഷ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നന്നായിട്ട് അവർ ചെയ്തു. അതെങ്ങനെയായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഡയലോഗ്സ് ഒക്കെ മലയാളത്തിൽ തന്നെയാണ്. മലയാളത്തിൽ നമ്മളത് ഹിന്ദിയല്ല ഇംഗ്ലീഷിലൊക്കെ എഴുതി കൊടുക്കും. പിന്നെ കുറെ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് അങ്ങനെ റോളാണുള്ള ഡയലോഗ്, കുറച്ചൊക്കെ ഇംഗ്ലീഷൊക്കെ മിക്സ് ചെയ്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു പാറ്റേണിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. കുറേ കൂടി ഇത് ലണ്ടനിൽ നടക്കുന്ന സ്റ്റോറിയാണ്, എന്നിട്ട് എല്ലാം മലയാളം അപ്പൊ കുറച്ചൊക്കെ ഇംഗ്ലീഷൊക്കെ മിക്സ് ചെയ്തൊക്കെ വന്നുകൊണ്ട് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഹേമന്ത് നല്ല ഒരു ഇതായിരിക്കും പടം വരയ്ക്കാൻ. മോശം ഹേമന്ത് He's really a good co-star. Yeah. He's very romantic. He's very romantic, yeah, because I keep seeing his status and all of that. He's very romantic. He's having a very good relationship with his wife. So I really like all these lovey-dovey couples, Yeah. ഇപ്പൊ സാറ് പണ്ട് പറഞ്ഞ സാർ സിനിമകൾ ചെയ്ത് ടൈപ്പ് കാസ്റ്റ് ആവുമെന്ന് തോന്നിയപ്പോ ഒരു ബ്രേക്ക് എടുത്ത് വന്ന ഒരാളാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ വില്ലനായിട്ട് ചെയ്തു, അത് കഴിഞ്ഞ് ബ്രേക്ക് എടുത്ത് ഡയറക്ടർ. ഹേമന്ത് ഇതുപോലെ തന്നെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് വന്ന് ടൈപ്പ് കാസ്റ്റ് ആവുമ്പോൾ ഫീൽ ചെയ്ത് എപ്പോഴും ഞാൻ ഹേമന്തിന്റെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹേമന്തിന്റെ ആ ഒരു പേഴ്സണാലിറ്റി കാര്യങ്ങളൊക്കെ, ഹേമന്തിന് ഒരുപാട് നല്ല ഭാവിയുണ്ട്. അപ്പോ അഡ്വൈസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഈ പറഞ്ഞ സാറിന്റെ ഒരു ഇതേപോലെ തന്നെ സാറിന് എന്നെ അഡ്വൈസ് അതെന്തായിരുന്നു? സാർ ആശയം ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ആളാണ്. എനിക്ക് ഒരുപാട് സപ്പോർട്ട് നമ്മള് ആസ് ആൻ ആക്ടർ എന്തോ ഹേമന്തിൽ ഒരു ടാലന്റ് ഞാൻ കാണുന്നുണ്ട്. ആസ് ആൻ ആക്ടർ ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്യാൻ പറ്റുന്ന, ഹീറോ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അത് വരണം, അത് വരും. ഹേമന്തിന് അങ്ങനെ ഒരു ലൈഫ് ഉണ്ടാവും. സാറാണെന്ന് പറയുന്നത്. അപ്പൊ അല്ലെ എന്തുമാത്രം എനിക്ക് ചിലപ്പോ തോന്നാണ്ട് ഒരുപാട് സീരിയസ് അല്ലാണ്ട് തോന്നുന്നു സിനിമ. പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ പൊക്കളയും. അല്ല, എനിക്കിപ്പോ ചെയ്യുമ്പോ തന്നെയും സാറ് ആ ഒരു ക്യാരക്ടറിനെ ഏൽപ്പിക്കുന്ന പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം വളരെ ചാലഞ്ചിങ് ക്യാരക്ടറാണ്. ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്, ഇമോഷൻസ് മാറുന്ന ക്യാരക്ടറാണ്. അപ്പോൾ ഒരേ ഇമോഷനിൽ പോകുന്ന ക്യാരക്ടറല്ല, അതിൽ വളരെ പെവിറ്റലായിട്ടൊരു റോളാണ്. അപ്പൊ അതിനെ ഏൽപ്പിക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ ഒരു സന്തോഷമാണ്. അത് ഈവൻ ഞങ്ങൾ ഒരുപാട് കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ സജഷൻസ് പറയുമ്പോൾ സാറ് വളരെ ഓപ്പൺ ആണ്. ആസ് എ ഡയറക്ടർ എനിക്ക് അല്ല ഇങ്ങനത്തെ വേണം അങ്ങനൊന്നുമില്ല. സാറ് വളരെ ഫ്രണ്ട്ലി ആൻഡ് ഓപ്പൺ ആണ്. നമ്മൾ സജഷൻ പറയുമ്പോൾ നല്ലതാണെങ്കിൽ സാർ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വേണമെങ്കിൽ വേണ്ടെന്നും പറയും. പക്ഷെ എന്നാലും വളരെ ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്ത സിനിമയാണ് ഇവർക്ക്. അപ്പൊ ആ ഒരു ചാലഞ്ചും ഒക്കെ എനിക്ക് കിട്ടിയതും ഒരു ഭാഗ്യമായിക്കാണ്. സാറിന് എന്നെ വിശ്വാസം ഒക്കെ വളരെ ഹാപ്പിയായി കാണുന്നു.